പോയി നോക്ക്. മാധവൻ സാറല്ലേ? അച്ഛാ, യു വൺ കയറി വന്നോളൂ. നമസ്കാരം. ഞാൻ എനിക്കൊരു കുപ്പി വോഡ്കയും കൊണ്ടാ വന്നിരിക്കുന്നത്. അയ്യോ സോറി, അറിയില്ലായിരുന്നു. വാങ്ങിപ്പിക്കാം. ഏയ്, നിങ്ങളിപ്പോ വന്നതുകൊണ്ട് അച്ഛനൊരു കുപ്പി വോഡ്ക കിട്ടിയെന്നാ ഉദ്ദേശിച്ചത്. ഒരു ബെറ്റ്. കോളംനിസ്റ്റ് ആണല്ലോ, ആലങ്കാരികമായി പറഞ്ഞതാ. ഒരാഴ്ച മുമ്പാ താൻ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ. ഇന്ന് രാത്രി 8 മണിയായിരുന്നു ഡെഡ് ലൈൻ. അതിനു മുമ്പ് താൻ എത്തി. നോക്ക്. എനിക്കൊരു കുപ്പി വോഡ്ക നഷ്ടം. നോക്കുന്ന ഒരു കൈ ഏതാ? സിൽവർ. അല്ല, സാർ എന്ന് മുതൽ തുടങ്ങി അതീന്ദ്രിയം പ്രാക്ടീസ് ചെയ്യാൻ? എടോ, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് കൊല്ലം 18 അതിനുശേഷം പലരും പുറത്തായി. അവരൊക്കെ പുറത്തായി ഒരാഴ്ചക്കുള്ളിൽ എന്നെ വന്ന് കണ്ടിട്ടുമുണ്ട്. പോരെ അതീന്ദ്രിയത്തിൻ്റെ ഗുട്ടൻസ്. ആ പട്ടികയിൽ എന്നെ പെടുത്തണ്ട സാർ. ഒരേ തൂവൽ പക്ഷി എന്ന നിലയ്ക്ക് വന്നതല്ല. ഒരുപാട് വായനക്കാരുള്ള കോളമിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനൊക്കെ അല്ലേ സാർ. സഹായം തേടി വന്നതാ. എഴുതുമ്പോൾ തടുക്കാൻ പറ്റുന്ന അടി എനിക്ക് തരാവൂ. അടിയോ? എന്തായിരുന്നു ഈ പുറത്താക്കാനും മാത്രമുള്ള ഇഷ്യൂ? ആശയപരം? അല്ല, കായികപരം. എന്ത് പാർട്ടി നയമായാലും ആ തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് സബ്ജക്ട് കമ്മിറ്റി മീറ്റിംഗിൽ ഞാൻ കൈപോക്കാതിരുന്നത്. പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്. അതിനുവേണ്ടി കൈപോക്കാനാണ് നിന്നെ അങ്ങോട്ട് വിട്ടത്. നിന്റെ തെറ്റിന് ശരിക്കും ഒപ്പം നീ നിന്റെ വീട്ടിൽ കയറി കൈപോക്കിയാൽ മതി. ഈ ജില്ലയിൽ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് വണ്ടി ഇടിച്ച് മരിക്കുന്ന പോലെയാ. നോക്കിയും കണ്ടും നടന്നില്ല പറ്റുന്ന ഒരു അപകടം. അതിന് പാർട്ടി കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ ഉണ്ട്. വായനശാലയ്ക്കോ സമ്മേളന പന്തലിനൊക്കെ രക്തസാക്ഷിന്റെ പേരിടും. നിനക്ക് കിട്ടിയ കോമ്പൻസേഷൻ ഒരുപാട് വലുതാ, അസംബ്ലി സീറ്റ്. അതുകൊണ്ട് കൂടുതൽ സിദ്ധാന്തമൊന്നും ഇങ്ങോട്ട് സപ്ലൈ ചെയ്യണ്ട. സിദ്ധാന്തത്തിന്റെ ശീലക്കേട് കുറച്ചുണ്ടായിരുന്നു നിന്റെ അച്ഛന്. ഉൾപാർട്ടി സമരം ഇരുട്ടത്താരുടെയോ കത്തിക്ക് തീർന്നുകൊണ്ട് കൂടുതൽ സഹിക്കേണ്ടി വന്നില്ല. പാർട്ടിയിൽ ഇപ്പൊ റേഷനാ. ഒരു വീട്ടിൽ നിന്ന് ഒരു രക്തസാക്ഷി മതി. അത് കലക്കി. ഇതിപ്പോ ചവിട്ടാനും മാത്രമൊക്കെ ഉണ്ടോ? ഒരു നിമിഷം കയ്യിൽ നിന്ന് പോയി. കട്ടൻ താല്പര്യമില്ലെങ്കിൽ ദ്രാവകൻ റെഡി. ആ, അത് കലക്കും. കഴിക്കൂ. ഇല്ല, ഇതുവരെ ഇല്ല. എന്നാ പിന്നെ ഇനിയാവാം. ഞാനും ഈ പുറത്താക്കിയതിന് ശേഷമാണ് തുടങ്ങിയത്. അത് ഈ ഡിപ്രഷൻ കൊണ്ടൊന്നും അല്ല കേട്ടോ. ഈ അടുപ്പക്കാരൊക്കെ പാർട്ടിക്കാരായതുകൊണ്ട് പുറത്താക്കിയപ്പോൾ ഞാൻ ശരിക്കും ഒരു യത്തീംഖാന ബ്രാൻഡ് അനാഥനായി. മിണ്ടാനും പറയാനും ഒന്നും ആരുമില്ലാതെ ഈ പാർട്ടി കമ്മിറ്റി മിനിറ്റ്സ് മാത്രം എഴുതി ശീലമുള്ള എന്നെ കൊണ്ടൊരു കോളം എഴുതിക്കാൻ തയ്യാറായി. മറ്റേ തള്ളപ്പത്രമേ. വേണ്ടി വന്ന എഴുത്തച്ഛനാക്കുന്നായിരുന്നു അവരുടെ വാശി. ആ, ഈ ബൂർഷ്വാ സെറ്റപ്പ് ഒന്നും എൻ്റെ വകയല്ല, ഇവളുടെ സമ്പാദ്യമാണ്. പ്രായം കൂടി കൂടി വരിക. വിവാഹ വിരോധി. പുരുഷ വിരോധിയല്ല. ഭാഗ്യം. തനിക്കറിയാവോ, പുറത്താക്കിയപ്പോൾ എന്നെ വിളിച്ചത് NSPയിലേക്ക്. പക്ഷേ സ്വന്തം തന്തയെക്കുറിച്ച് അഭിമാനമുള്ളതുകൊണ്ട് ഞാൻ പോയില്ല. എത്ര നൈസായിട്ടാ സാറിൻ്റെ തന്തയ്ക്ക് വിളിച്ചത്. സാർ, ഇത് കുറേയേറെ വഷളാന്നറിയാൻ പാടില്ല. പക്ഷെ കുറച്ച് നാളത്തേക്ക് എല്ലാം ഒന്ന് നോർമൽ ആവണവരെ എനിക്ക് ചവിട്ടി നിൽക്കാൻ ഒരിടം വേണം. അതാണ് NSP. ആ, ഹലോ. ആ റെഡിയാണ്. 1-2 ചെറിയ കറക്ഷൻസ് ഞാനൊന്ന് ശരിയാക്കിയിട്ട് ഇപ്പോൾ തന്നെ മെയിൽ ചെയ്യാം. മിനിറ്റ്.
നാളേക്കുള്ള കോളമാണ്. ആയിക്കരയും രാമനുണിയൊക്കെയാണ് വിഷയം. കൊല്ലു. രാമനുണിയുടെ റിക്വസ്റ്റ് ഏറ്റിട്ടുണ്ട്. അതാണ് ഈ കറക്ഷൻസ്. ഹോ, ഭാഗ്യം. ചോദിച്ചില്ല. പേരല്ലേ? ഹെലന. ആ, എന്ത് ചെയ്യണു? ആർക്കിടെക്ട്. പക്ഷേ കെട്ടിടം കെട്ടലല്ല. പിന്നെ അത് കണ്ടോ, ചാനൽ റിയാലിറ്റി ഷോകൾക്കുള്ള ഫ്ലോ ഡിസൈനിങ്, ഹാർഡ് ഡയറക്ഷൻ. എൻ്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് അധികം നിലനിൽപ്പുണ്ടായില്ല. നൈസ്. താങ്ക് യു. സോറി, വെള്ളം വിചാരിച്ച്. രുചിച്ചു പോയില്ലേ? അങ്ങ് ഫിനിഷ് ചെയ്തേക്ക. വേണ്ട വേണ്ട, വെളിവും ബോധമൊക്കെ കുറച്ച് കൂടുതൽ വേണ്ട സമയാ. അതുകൊണ്ട് പല ചാനലുകളിലായി ആർട്ട് ഡയറക്ടർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ഡയറക്ടർ, അവസാനം ഒരു ഹിന്ദി സിനിമ ആസ് എൻ ആർട്ട് ഡയറക്ടർ. അതോടെ സിനിമയും നിർത്തി. ഇപ്പോ ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങാനുള്ള ഓട്ടത്തിൽ. ഓ, യെസ്, എ ഡിഫറെന്റ് അപ്രോച്ച്. ഒരു സംഭവമാണ്. അല്ല, പരസ്പരം അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിതൊന്ന് പ്രൊസീഡ് ചെയ്താലോ? ആ, തുടങ്ങി. ഒരച്ഛന്റെ രോദനമല്ലേ? ആന്നേ. ഹലോ, ഇത് എവിടേക്കാ മുങ്ങിയത്? വരുന്നില്ലേ? ആ, വേഗം വാ. തൻ്റെ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ഉദയഭാനു സാറും അമ്പാടി മോഹനും സഹാക്കളും ഒക്കെ ഉണ്ട്. ആ, ശരി. അയ്യോ, നമ്മുടെ രാമനുള്ളിയല്ലേ ഇത്? അയ്യോ, ദാ വെള്ളം അടിച്ച്. അയ്യോ, താണ്ട് സിഗരറ്റും വലിക്കുന്നു. സാറേ, നിൽക്കണോ പോണോ? എവിടെയെങ്കിലും പോടോ, എന്നിട്ട് രാവിലെ വരണം. ബീഡിയുണ്ടോ സഖാവേ ഒരു തീപ്പെട്ടിയെടുക്കാൻ? ആക്കിയതാ? അതെ അതെ. ആഹാ, എല്ലാം ശരിയാക്കി തരാം. ഹലോ രാജേന്ദ്ര സഖാവേ, രാമനുണ്ണി വെള്ളം അടിച്ച് ലിക്ക് ഇട്ട് നമ്മുടെ മുമ്പിൽ വന്ന് ചാടി. ഒരു സ്ഥലത്ത് നിൽക്കണല്ലോ. CDP, NSP. അവിടെ കിടക്കട്ടെ. ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്യാൻ. ഞാനെന്റെ സെൽഫി എടുക്കേ. തനിക്കെന്താ? സെൽഫി വേണമെങ്കിൽ ഓക്കെ. ഇവിടെ മനുഷ്യന് സെൽഫി എടുക്കാനും പറ്റില്ലേ? താൻ ആടിയടി പൊക്കടൂ. അങ്ങനെ ഓന്റെ അമ്മൂമ്മയുടെ സെൽഫി ഞാൻ ഡിലീറ്റ് ചെയ്യടാ. കൊല്ലും ഞാൻ. എന്നോടാ പറഞ്ഞ ഡിലീറ്റ് ചെയ്യാൻ. ചെയ്യടാ. എന്താ കാണിക്കുന്നേ? ഇവന്റെ മൊബൈൽ വാങ്ങിച്ചിട്ട് അതിലുള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത നീയല്ല, നിന്റെ അമ്പാടി മോഹന്റെ നെറ്റിയിലും ചൂണ്ടും ഞാൻ ഒരു ദിവസം. പക്ഷെ അത് പൊട്ടിക്കാനായിരിക്കും കേട്ടതാ. ഓ, നമുക്ക് ഈ രാജ്യത്ത് റൂമില്ലേടോ? പിന്നെ അതല്ല നമ്മുടെ റൂം. വാ നാടോ. എന്താ ഇത്? പിടിക്കുകയും ചെയ്യരുത് കേട്ടോ. വളരെ നോർമൽ.